ഞാൻ മാളവികയെ കല്യാണം കഴിക്കാൻ വേണ്ടിയായിരുന്നില്ല. എന്റെ വൈദേഹിയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ളൊരു നാടകം മാത്രമായിരുന്നു അത്. എന്നാൽ ആ സമയത്ത് അവള് വൈദേഹിയാണെന്ന് എന്നോട് തുറന്നു പറഞ്ഞാ പോരെ? എങ്ങനെ പറയും ദേവ? പറഞ്ഞാലും ഇവളെ മരുമോളായിട്ട് നിന്റെ അമ്മ അംഗീകരിക്കുമായിരുന്നു. പിന്നെയും അനാഥ പുരാണം തുടങ്ങും. അപമാനിച്ച് പുകച്ച് പുറത്ത് ചാടിക്കും. ഭാര്യയ്ക്കും അമ്മയ്ക്കും ഇടയിൽ നിന്നുകൊണ്ട് ദേവൻ നരകം അനുഭവിച്ചേനെ. അതുകൊണ്ട് സ്വന്തം അച്ഛനും അമ്മ ആരാന്ന് അറിയുന്നവരെ, അനാഥയല്ലെന്ന് തെളിയിക്കുന്നവരെ വൈദേഹി ആരാണെന്ന് ആരോടും അവള് പറയില്ലെന്ന് തീരുമാനിച്ചത്. നിന്റെ പെടച്ചില് കണ്ടവൾ ആനന്ദിക്കുകയായിരുന്നെന്നല്ലേ പറഞ്ഞത്? നിന്റെ വിഷമം സഹിക്കാൻ കഴിയാതെ നിന്നേക്കാൾ 100 ഇരട്ടി പെടഞ്ഞത് നിന്റെ വൈദേഹി തന്നെയാ. പാവം പെണ്ണ്, പൊട്ടിയവള്. ഒരു ഭാഗത്ത് വീട്ടിലെ പ്രശ്നങ്ങൾ, പുറത്തിറങ്ങിയാൽ ജീവനെടുക്കാൻ കാത്തിരിക്കുന്ന കുറെ കഴുകന്മാർ. അതിന്റെ ഇടയ്ക്ക് നീ വൈദേഹിക്ക് വേണ്ടി പെടയുന്നതും കാണണം. എല്ലാത്തിനും ഇടയ്ക്കല്ലേ അവൾ ഇത്രയും നാളും പിടിച്ചു നിന്നത്. നിന്നോട് ഞാൻ മറ്റൊരു സത്യം കൂടി പറയട്ടെ. വൈദേഹി മാളവികയുമായുള്ള നിന്റെ കല്യാണം മുടക്കാൻ അനന്തരവളായിട്ട് അഭിനയിക്കുകയായിരുന്നു. പക്ഷെ പിന്നീട് ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്താന്നോ? ഇവള് ശരിക്കും നിന്റെ മുറപ്പെണ്ണ് തന്നെയാണ്. ജാനകി കൊട്ടാരം വീട്ടിലെ മരുമകളാകാൻ യാതൊരു ചാൻസും ഇല്ല. അവിടുത്തെ യഥാർത്ഥ അനന്തരവൾ ആരാണെന്ന് എനിക്കറിയാം. വൈദേഹിയാണ് അനന്തരവൾ. ഈ സത്യം ഇതുവരെ വൈദേഹിക്ക് പോലും അറിയില്ല. നിന്നോട് ഇതാദ്യമായിട്ട് പറയുന്ന. വൈദേഹി ഇതുവരെ ഒരു തെറ്റുപോലും ചെയ്തിട്ടില്ല. നിനക്ക് വേണ്ടി ഒത്തിരി കുറ്റബോധത്തോടെയാണ് അവൾ കൊട്ടാരം വീട്ടിലെ അനന്തരവളായി അഭിനയിച്ചത്. പക്ഷെ അത് സത്യമായി മാറുകയായിരുന്നു. നിവൃത്തിയില്ലാതൊരു തെറ്റ് ചെയ്യാൻ തുനിഞ്ഞപ്പോഴും ദൈവ അവളുടെ ആ തെറ്റിനെ പോലെ ശരിയായി മാറ്റുകയായിരുന്നു. ദേവ, പാവം എന്റെ വൈദേഹി എന്തൊക്കെയാണ് അനുഭവിച്ചത്. ഒറ്റയ്ക്ക് അവൾക്ക് എങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു? ഈ കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നിട്ടും നീ എന്തുകൊണ്ട് ഇത് വെളിപ്പെടുത്തിയില്ല? അതിനും കാരണമുണ്ട്. ചന്ദ്രിക എന്റെ അനിയത്തിയെ കിഡ്നാപ്പ് ചെയ്ത് വെച്ചുകൊണ്ട് സത്യം പുറത്തു പറഞ്ഞ് അവളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. അതുകൊണ്ടാ എനിക്കൊന്നും പറയാൻ പറ്റാതിരുന്നത്. ഇപ്പോഴും അവൾ ആ ചന്ദ്രികയുടെ അടുത്ത് തന്നെയാണോ? അതെ. പക്ഷേ അവളുടെ കാര്യത്തിൽ എനിക്ക് പേടിയൊന്നുമില്ല. എങ്ങനെയെങ്കിലും അവൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടോളൂ. നീ നിന്റെ വൈദേഹിയെക്കുറിച്ച് ചിന്തിച്ചാ മതി. സത്യം തൽക്കാലം ആരും അറിയണ്ട. പുറത്ത് ആരെങ്കിലും ഇത് അറിഞ്ഞാ മതി ദേവ. അത് വൈദേഹിയുടെ ജീവിതം അപകടത്തിലാക്കും. വൈദേഹി, 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 വൈദേഹി. ജാനകി, ഇനി വൈദേഹിയല്ല ഇവള്, ജാനകിയാണ്. അതെ മാഗി, മാഗി എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. എനിക്കൊരു സത്യവും അറിയില്ല. അവള് ജാനകിയായിട്ട് തന്നെ ജീവിച്ചോട്ടെ. അനന്തരവളാണെന്നുള്ളതും ആരും അറിയണ്ട. ഇവൾക്കുള്ള ആപത്തുകളെല്ലാം മാറിക്കിട്ടുമ്പോ
ഞാൻ തന്നെ എല്ലാം പറഞ്ഞോളാം. അങ്ങനെ പറയുമ്പോ അവളുടെ ആ കണ്ണിലെ സന്തോഷം എനിക്ക് കാണണം. പതുക്കെ എഴുന്നേറ്റ്. ജാനകി, ജാനകി, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എഴുന്നേക്ക് ജാനകി. എഴുന്നേക്ക്, എഴുന്നേക്ക്. ഡേവിഡിനൊന്നും പറ്റിയില്ലല്ലോ? ആരും ഒന്നും ചെയ്തില്ലല്ലോ? ആ റൗഡികൾ വല്ലതും ചെയ്തോ? അവരുടെ കയ്യിൽ കത്തിയൊക്കെ ഉണ്ടായിരുന്നല്ലോ. അവരോട് എന്തിനാ തല്ലുകൂടാൻ പോയേ? ഇത് കണ്ടോ, അവളെ കൊല്ലാൻ അവര് നോക്കിയിട്ടും അവളെ കുറിച്ചൊരു ചിന്ത പോലും അവൾക്കില്ല. ഇപ്പോഴും എനിക്ക് വല്ലതും പറ്റുമെന്ന അവളുടെ വിഷമം. ദേവേട്ടാ, എന്താ ദേവേട്ടിന് പറ്റിയേ? എനിക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ ദേവേട്ടാ, പിന്നെ എന്തിനാ വിഷമിക്കുന്നേ? തെറ്റ് പറ്റിപ്പോയി. വളരെ വലിയ തെറ്റാ ഞാൻ ചെയ്തത്. തൊട്ടടുത്ത് തന്നെ ഉണ്ടായിട്ടും എനിക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല. എന്താ ദേവ? ഒന്നുമില്ല. ഇവളെ ആക്രമിക്കാൻ വന്നവരെ ഞാൻ തിരിച്ചറിഞ്ഞില്ല എന്ന് പറഞ്ഞതാ. ഇനി ഒറ്റയ്ക്ക് ഇങ്ങനെ എങ്ങോട്ട് ഇറങ്ങണ്ട നീ. വിട്ടുകള ദേവേട്ടാ, ഒന്നും പറ്റില്ല. എവിടെ പോയാലും ഇനി ദേവേട്ടനോട് പറഞ്ഞിട്ടേ പോവും. എന്നാ ശരി, നമുക്ക് വീട്ടിലേക്ക് പോവാം. വാ നടക്ക്, നമുക്ക് വീട്ടിലേക്ക് പോവാം. വാ ജാനകി. സൂക്ഷിച്ചേ. അയ്യോ, എനിക്കൊന്നും പറ്റിയിട്ടില്ലെന്ന് പറഞ്ഞില്ലേ? മിണ്ടാതിരിക്കെ. പതുക്കെ നടന്നാ മതി, കേട്ടല്ലോ. എന്ത് പറ്റി ജാനകി? ജാനകി കൈ നല്ലോണം മുറിഞ്ഞിരിക്കുകയാണല്ലോ. വിനയ, അയ്യോ എന്റെ ദേവേട്ടാ, ഇതൊന്നും സാരമില്ലെന്ന് പറഞ്ഞില്ലേ? നീ വാ, ദേവേട്ടാ. ഇങ്ങോട്ട് നടക്ക്. അയ്യോ എന്റെ ദേവേട്ടാ, ഇതൊന്നും സാരമില്ല. വിനയ, ദേവേട്ടാ, നീ ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്തുണ്ടോ? ഇപ്പൊ കൊണ്ടുവരാം. ദേവേട്ടാ, മിണ്ടാതിരിക്കേ. ദേവേട്ടാ, ഇതെന്തിനാ ഇത്രയും വലിയ കാര്യാക്കുന്നേ? ചെറിയൊരു മുറിവല്ലേ ഇത്, സാരമില്ല. എന്ത് സാരമില്ലെന്ന്? എല്ലാവർക്കും വേണ്ടി ത്യാഗം ചെയ്യാൻ നടക്കുക, സ്വന്തം ജീവൻ പോലും നോക്കാതെ. ഇതിപ്പോ നിനക്കൊരു ശീലമായി മാറിയിരിക്കുക. നിന്നെ കുറിച്ച് ഒരു നിമിഷം പോലും നീ ചിന്തിച്ചോ? വിനയ, ഇപ്പൊ എന്ത് പറ്റിയെന്ന് കരുതിയിട്ടാ? ഇതിൽ കൂടുതൽ എന്ത് പറ്റാനാ? അമ്പലത്തിൽ വെച്ച് നടന്നൊക്കെ ഓർക്കുമ്പം ഇപ്പോഴും എന്റെ പേടി മാറിയിട്ടില്ല. എന്നാലും വല്ലാതെ ധൈര്യം നിനക്ക്. തനിച്ചെന്തിനാ അമ്പലത്തിൽ പോയി എന്നെ വിളിച്ചാ പോരായിരുന്നോ? എന്ത് പറ്റിയെന്നോർത്ത് ജീവനും കൈ
താങ്ക് യു ദേവേട്ട, താങ്ക് യു സോ മച്ച്. മാറ്. ഇതാ പറഞ്ഞേ, ഈ തൊട്ടുകളി വേണ്ടാന്ന്. ജാനകി, എന്തു പറ്റി? ദേവ, എന്താടാ പറ്റി? അമ്പലത്തിൽ വെച്ച് വീണ്ടും ജാനകി ആരോ ആക്രമിച്ചു. മോളെ ജാനകി, എന്താ മോളെ, എന്തെങ്കിലും പറ്റിയോ? അയ്യോ, എനിക്കൊന്നും പറ്റിയിട്ടില്ല അമ്മേ. ആരാ ആക്രമിച്ചേ? എന്തിനായിരുന്നു? അതറിയില്ല അങ്കിൾ. കൃത്യസമയത്ത് ദേവൻ അവിടെ വന്ന് രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ജാനകിയെ ജീവനോട് കിട്ടില്ലായിരുന്നു. എന്റെ ഭഗവാൻ, എന്റെ മോളെ ആരും ആക്രമിക്കാൻ ശ്രമിച്ച് ഇതാ ചന്ദ്രികയുടെ പണിയാണെന്ന് ഉറപ്പാ. അവൾക്ക് നമ്മൾ കൊടുത്ത ശിക്ഷയ്ക്ക് അവള് പ്രതികാരം ചെയ്തുകൊണ്ടിരിക്കുക ദാസേട്ടാ. ഇനി ഇങ്ങനെയുള്ള ചിന്ത പോലും അവരുടെ മനസ്സിൽ വരാത്ത വിധം ഞാൻ വാൺ ചെയ്തിട്ട് വരാം. നിൽക്കുദേവാ, ധൃതി കാണിക്കണ്ട. ഇപ്പൊ തന്നെ വളരെ വൈകി അച്ഛാ. ആ വഴിക്ക് തന്നെ പോയി ആ ചന്ദ്രയ്ക്ക് 2 കൊടുത്തിട്ട് വന്നാൽ മതിയായിരുന്നു. മാത്രമല്ല, ജാനകി അങ്ങനെ ആക്രമിച്ചവരെ നമുക്ക് അങ്ങനെ വിട്ടുകളയാൻ പറ്റുമോ? വിടാൻ പാടില്ല. പക്ഷേ അവരോട് നേരിട്ട് പ്രതികരിച്ചിട്ട് കാര്യമില്ല ദേവ. അവരിപ്പോ മുറിവേറ്റ പുലിയെ പോലെയാ. ഏത് നേരം എങ്ങനെ ആക്രമിക്കുമെന്ന് പറയാൻ പറ്റില്ല. നീ പറഞ്ഞത് ശരിയാ മാഗി. ശത്രുവിന്റെ ബുദ്ധിയും ശക്തിയും എന്താണെന്ന് മനസ്സിലാക്കാതെ എടുത്തു ചാടുന്നത് ആപത്താണ് ദേവ. ജാനകിയെ ആക്രമിക്കാൻ ശ്രമിച്ചത് ചന്ദ്രികയാണെന്ന് തെളിയുകയാണെങ്കിൽ അവളെ ഞാൻ വെറുതെ വിടില്ല. മകൾക്ക് കിട്ടിയ ശിക്ഷ തന്നെയായിരിക്കും അവൾക്കും ലഭിക്കുക. ഹലോ, എന്താ ദശരഥ രാമവർമ്മേ? ആരേത്? എന്റെ മോളെ നീ എന്നിൽ നിന്നും അകറ്റിയില്ലേ? കാല് പിടിച്ച് ഞാൻ നിന്നോട് കരഞ്ഞപേക്ഷിച്ചതാ. എന്നെ അപമാനിച്ചത് പോരാഞ്ഞിട്ട് എന്റെ മോളെയും എന്നേക്കുമായി നീ എന്നിൽ നിന്ന് അകറ്റാൻ ശ്രമിച്ചില്ലേ? ചന്ദ്രികേ, എടി ചന്ദ്രികേ, നിനക്ക് അത്രയ്ക്കും ധൈര്യമോ? എന്റെ പേര് വിളിക്കാൻ മാത്രം അഹങ്കാരമായോ? അഹങ്കാരം അല്ല ദശരഥ രാമവർമ്മേ, ചന്ദ്രികയുടെ പകയാ. ചന്ദ്രിക പകവീട്ടാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ജാനകിയുടെ സമയം നന്നായതുകൊണ്ടാ ഒരു തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത്. പക്ഷെ ഇനി ആക്രമിക്കപ്പെട്ടാൽ അവൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. നിന്റെ മകൾക്ക് അത്രയും വലിയ ശിക്ഷ കൊടുത്തിട്ടും നിന്റെ സ്വഭാവത്തിനൊരു മാറ്റമില്ല അല്ലേ?
മോളെ കാണാതായ വിഷമത്തിലാ നീ ഇങ്ങനെയൊക്കെ പറയുന്നെന്ന് വിചാരിച്ച് ഞാനങ്ങ് ക്ഷമിക്കുക. ഇനി ഒരിക്കൽ കൂടി എന്റെ അനന്തരവൾക്ക് മേൽ കൈവയ്ക്കാനെങ്ങാനും ശ്രമിച്ചാൽ നിന്നെ ജീവനോടെ വിടുമെന്ന് കരുതണ്ട. മണ്ടത്തരം വിളിച്ചു പറയല്ലേ? ആരാ നിന്റെ അനന്തരവള്? ആ ജാനകിയാണോ? എന്റെ മോളല്ലാന്ന് തെളിഞ്ഞതുകൊണ്ട് ജാനകി നിന്റെ അനന്തരവളാണെന്ന് കരുതിയ നിന്നെക്കാളും പമ്പര വിഡ്ഢി ഈ ലോകത്ത് കാണില്ല. എന്റെ അനന്തരവൾ ആരാണെന്നുള്ള സത്യം എനിക്കറിയാം. അത് നിന്റെ നാവിന്ന് കേൾക്കേണ്ട ഗതികേടൊന്നും എനിക്കില്ല. എന്നാ അങ്ങനെ തന്നെ കരുതിക്കൂ. നിന്റെ ശരിക്കുള്ള അനന്തരവൾ ആരാന്ന് എനിക്ക് മാത്രമേ അറിയൂ. അവളെ എന്റെ കൈക്കുള്ളിലാക്കി നിന്റെ കൺമുന്നിൽ വെച്ച് അവളുടെ ജീവൻ എടുത്ത് നിന്റെ കുടുംബം മൊത്തം വഴിയാധാരമാക്കിയിട്ട് വേണം എനിക്ക് എന്റെ പ്രതികാരം തീർക്കാൻ. ചന്ദ്രികേ, നിന്റെ മകൾക്ക് കിട്ടിയ ശിക്ഷ കണ്ടിട്ടെങ്കിലും നിന്റെ സ്വഭാവം മാറുമെന്നാ ഞാൻ വിചാരിച്ചേ. ഇനി നിന്നോട് ക്ഷമിക്കുന്ന പ്രശ്നമില്ല. നിന്റെ അന്ത്യം കാണാതെ വർമ്മ അടങ്ങില്ല. എന്നാ നമുക്ക് കാണാം ആരുടെ അന്ത്യം ആര് കാണുന്നുവെന്ന്. അവൾക്ക് എവിടുന്നാ ദാസ ഇത്രയ്ക്ക് ധൈര്യം? ഇവിടെ പണിക്കാരിയെ പോലെ കിടന്നവള്, നിന്നോടൊരു വാക്ക് പോലും മിണ്ടാൻ പേടിച്ചിരുന്നവള്, അവൾക്ക് എങ്ങനാ നിന്നെ നേരിട്ട് ഫോൺ ചെയ്ത് നിന്നെ വോൺ ചെയ്യാനുള്ള ധൈര്യം കിട്ടിയത്? ആ ധൈര്യത്തിന്റെ പുറകിൽ ആരെങ്കിലുമൊക്കെ കാണുമേ. ആദ്യം അതാരാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. മാളവിക ഇവിടുത്തെ അനന്തരവളായി പറഞ്ഞയച്ച് ദേവനെ കൊണ്ട് അവളെ കെട്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ചെറിയ പ്ലാനായിരിക്കാൻ വഴിയില്ല. വലിയ പുള്ളികൾ ആരെങ്കിലും പുറകിലുണ്ടാവും. എന്തെങ്കിലും ഒന്ന് പറഞ്ഞില്ലെങ്കിൽ എല്ലാരും കൂടി എന്റെ നേരെ തിരിഞ്ഞാലോ? ഇനി എത്ര വലിയ പുള്ളികൾ ഉണ്ടെങ്കിലും ശരി, നമ്മുടെ ഈ കുടുംബത്തെ തകർക്കാൻ ഒരുത്തനെ കൊണ്ടും സാധിക്കില്ല. അതാരാണെന്ന് കണ്ടുപിടിക്കണോ അച്ഛാ, എന്നിട്ട് ആലോചിക്കാം എന്ത് ചെയ്യണോന്ന്. മറ്റൊരു കാര്യം നിങ്ങൾ എല്ലാവരും മറന്നുപോയല്ലോ. ഫോണിൽ അവരെന്താ പറഞ്ഞതെന്ന് ശരിക്ക് കേട്ടായിരുന്നോ? ഈ ജാനകി ഇവിടുത്തെ അനന്തരവൾ അല്ലാന്നല്ലേ പറഞ്ഞത്? മറ്റാരോ എവിടെയോ ഉണ്ടത്രേ, അവർക്കതറിയാന്നും പറഞ്ഞു. ഇപ്പൊ ഞാൻ പറയുന്നു, ശാന്തി അമ്മായിയുടെ മകളും എന്റെ മുറപ്പെണ്ണും ജാൻ. മാളവികയുടെ നമ്പർ ഇവിടെ വില പോവാത്തോണ്ടാ ജാനകി അനന്തരവൾ അല്ലെന്ന് പറഞ്ഞ അവര് കഥ ഉണ്ടാക്കുന്നത്. അതൊന്നും ഒരിക്കലും സത്യമല്ല.